വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ 14ാമത്തെ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ നടന്നു. കഴിഞ്ഞ ആഴ്ച ഫിഫ ഫൈനൽ ഫൈനൽ നമ്മൾ പറഞ്ഞെല്ലാം കൃത്യമായി നടന്നത്. അർജന്റീന തോക്കെന്ന് പറഞ്ഞു അർജന്റീന തോറ്റു, സ്പെയിൻ ജയിക്കുന്നു പറഞ്ഞു സ്പെയിൻ ജയിച്ചു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫിഫ ഫൈനലിൽ ഓക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. നീ കണ്ടില്ല എനിക്കറിയാം, കാരണം ഞാനും കണ്ടില്ല. അത് കാണാറില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു കണ്ടേ? അപ്പൊ അതില് നമ്മുടെ ഏറ്റവും കൂടുതൽ ഗോള് കിട്ടിയ ആള് അർജന്റീന ടീമിൽ ഗോളിയാണെന്ന് പറഞ്ഞത് നമ്മുടെ എംബിയൻ മാർട്ടിൻസ്. ഫോണല്ലേടാ, എംബിയൻ മാർട്ടിൻസ് കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഭയങ്കര പോസിഷൻ ആയിരുന്നു. ഗോൾ കീപ്പറിന് ബോൾ കിട്ടിയില്ല, ഗോൾ കീപ്പർ ചായക്കട നടത്തി എന്ന് വരെയാണ് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. നമുക്ക് വേണ്ടി അത് തർക്കസമാണ് വിശ്വസിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് പറയുന്നത്, അവരങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനോട് തുടർന്ന് തന്നെ ഒരുപാട് ഫൗളുകൾ അതുണ്ടായിരുന്നു. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയി കളിച്ചിട്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ വിസിലെടുത്തതിന് ശേഷം ഒരു ടീം ജയിച്ചാൽ എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ചെയ്യണം. അതിനെന്തിനാണ് അടിക്കുന്നത്? പാരഡൈസ് വഴിയിൽ പോകണ്ട പൊങ്ങി പിടിച്ചു, അവിടെ ഒന്ന് അസിസ്റ്റന്റ് റഫറി ഒന്ന് ഇടിച്ചു, ഭയങ്കര പ്രശ്നമായിരുന്നു. പലമത് പോകാൻ മെസ്സി വരുന്ന കരുതി. അതെ, നമ്മളൊരു സാധനം മെസ്സി പോയതിന്റെ കാര്യത്തിൽ അതുകൊണ്ട് പറഞ്ഞാൽ വേറെ ആൾക്കാർ അപ്പൊ ട്രോഫി ഇങ്ങനെ നിൽക്കുന്നു. എന്തിനും നമ്മൾ തോറ്റു. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ജയിച്ചു, നമ്മളെല്ലാം പേടിച്ചു. അതെ, ഇപ്പൊ നിങ്ങൾ തോറ്റു, ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. അതെ, 2019 വേൾഡ് കപ്പില് ഇന്ത്യ തോറ്റിട്ട് നമ്മൾ തന്നെ കണ്ടു. അതെ, കാരണം വേറെ വഴി കൈയടിച്ചു. അതെ, കൈയടിച്ചു. നമ്മളവരെ കരഞ്ഞുകൊണ്ട് രാഗിയിട്ട് ഇന്നവരെ. അപ്പൊ അത്രേ ഉള്ളൂ. ആ സ്പോർട്സിൽ പിന്നെ ഫിഫയ്ക്കും കുറെ കോൺട്രവേഴ്സി. കാരണം റെഡ് കാർഡ് കൊടുത്തിട്ട് അതിന്റെ ഫിഫയുടെ ഒരു അക്കൗണ്ട്സിലും റെഡ് കാർഡില്ല. റെഡ് കാർഡുകൾ എവിടെ റെഡ് കാർഡ്? പിന്നെ കുറെ പേര് വീഡിയോയിൽ കണ്ടതാണ്. ഒരു അർജന്റീന ഫാനാന്ന് തോന്നി വന്ന് പറഞ്ഞു തമാശക്ക് കളിയാക്കിയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് അർജന്റീന പൈസ മേടിച്ചിട്ടാണ് ഫിഫ കളിച്ചത്, അപ്പൊ കപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കപ്പ് കിട്ടിയില്ല? പൈസ കപ്പ് കിട്ടി. മറുപടി ഒന്നും അറിയോ? അതിനാദ്യം ബോർഡ് കൊടുക്കും. അത് ശരിയായിരുന്നു. കാരണം ബോള് കിട്ടിയില്ല. അങ്ങനെ ഭയങ്കര അടിപൊളി കളിയായിരുന്നു സ്പെയിനിൻ്റെത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇനി അടുത്ത് ഈ ഫിഫ പ്രസിഡന്റിനും ഒരുപാട് ഇതുണ്ട്. കാരണം മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു USA റെഡ് കാർഡ്, പിന്നെ പൊളിറ്റിക്സ്, എന്തിന് UEFA വരെ വിളിച്ചു. ഈ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് പറഞ്ഞ് UEFA വരെ വിളിച്ച് കാര്യം പറഞ്ഞു. കാരണം അത്രയ്ക്കും സീരിയസ് സാധനങ്ങളായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഇത് ടെന്യൂർ തീരാറായെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പുതിയ പ്രപ്പോസൽ വെച്ചു, അടുത്ത വേൾഡ് കപ്പിൽ 64 ടീമുണ്ടെന്ന്. അപ്പോൾ ആഫ്രിക്ക അവിടെ ഉള്ളവർക്ക് കൂടുതൽ ചാൻസ് കിട്ടും. അതായത് അടുത്ത ഇലക്ഷൻ ജയിക്കാനുള്ള സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരൻ്റെ. അങ്ങനെ കാരണം ഇതിന് മുമ്പുള്ള പുള്ളിക്കാരൻ പറഞ്ഞു 32 ടീം വരും പറഞ്ഞു. അപ്പോൾ ബാക്കി എക്സ്ട്രാ ടീമിലെ ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ വോട്ട് ചെയ്തെങ്കിലും ജയിച്ചു. അടുത്ത വീണ്ടും ഒരു തന്ത്രമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഒരു 120 നമ്മളെ വോട്ട്, അപ്പൊ നമ്മൾ കയറുമല്ലോ. 120 സാധ്യത കുറവാണ്. 191 ടീമുണ്ട്. അല്ല, നമുക്ക് റാങ്കിങ് അല്ലല്ലോ എടുക്കുന്നത്, കളിച്ചിരിക്കണമല്ലോ. പിന്നെ എനിക്ക് ഇന്ന് രാവിലെ തോന്നി പുതിയൊരു ഐഡിയ. ഞാൻ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ പ്രത്യേക കുറച്ച് ടീമുണ്ട്, മോഹൻ ബഗാൻ, അവരൊന്നും ടീം പ്ലെയേഴ്സിന് വിട്ടുകൊടുക്കില്ല. നാഷണൽ ടീമിൽ പ്രത്യേക ഇന്ത്യൻ ടീമിൽ ഒരു ടീമിനെ അവർക്ക് വിട്ടുകൊടുക്കില്ല. അപ്പൊ എനിക്കിതുണ്ട്, 3 തവണ ഡിക്ലൈൻ ചെയ്താൽ പിന്നെ അവർക്ക് ഇന്ത്യൻ കളിക്കാൻ പറ്റില്ല. അല്ല, അവർക്ക് നാഷണൽ ടീമിനാണല്ലോ നമുക്ക് പ്രയോറിറ്റി വേണ്ടത്. ക്ലബിനെക്കാളും പോലും നാഷണലാണ്. അപ്പം അതുകൊണ്ട് 3 കളി കളിച്ചില്ലെങ്കിൽ വിളിച്ചിട്ട് നിരസിച്ചില്ല. ഇപ്പൊ ഇഞ്ചുറി ആണെങ്കിൽ ഓക്കെ, അല്ലാത്ത പിന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റിയ സാധനം വരണം. പിന്നെ വേണ്ടത് നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ഹെഡ് വേണം. നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഫിഫയിൽ ഫുട്ബോളിൽ നടന്നത്. റൊണാൾഡോ എന്തോ വിരമിക്കാൻ പോകണം. റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് കാണൂല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെയ്മർ സെപ്റ്റംബറിൽ എന്തോ വിരമിക്കുമെന്നൊക്കെ കേൾക്കുന്നു. അതെ, റൊണാൾഡോ കയ്യിൽ നിർത്തുമ്പോഴേ പറയാൻ പറ്റൂ. ഈ റൊണാൾഡോ ധോണിയൊക്കെ നിർത്തുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും നിർത്തിയെന്നുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത രണ്ടാമത്തെ കാര്യത്തിലോട്ടൊന്ന് ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അതാണ്. സിംബാബ്വേയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. അതിന്റെ ഇടയിൽ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഓഡിയ ടൂർണമെന്റ് ആണ്. അത് ഏത് 4ാമത്തെ ഓഡിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വിക്കറ്റ് ത്രില്ലർ. അത് ഞാൻ കണ്ടിട്ട് നല്ല കളി വരുന്നത്. കളി ഇപ്പൊ ജയിക്കുമെന്ന് പറഞ്ഞു, ഇപ്പൊ തോക്കെന്ന് പറഞ്ഞു. ലാസ്റ്റ് അടിപൊളി കളി. അതിന് മഴ വീഴുന്നില്ല. നമ്മളെ ക്യാപ്റ്റൻ തന്നെ അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. നല്ല കളിയായിരുന്നു.
അതിന് ഇപ്പം ഹോട്ട്സ്റ്റാറിൽ ഇപ്പം വെറുതെ പേരും കാണാൻ പറ്റുന്നുണ്ട്, പൈസ കൊടുത്താലേ വേറെ കാണാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ കളി ഇന്ത്യയുടെ ഇന്ത്യയുടെ കളി പോലും പൈസ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത നമുക്ക് വരികയാണെങ്കിൽ വീണ്ടും പറയുന്നത് ഇന്ത്യ സിംബാബ്വെ. ശക്തരായ സിംബാബ്വെ 2-0 ഇന്ത്യ തോപ്പിച്ചിരിക്കുകയാണ്. ഇവ ഇന്ന് മൂന്നാമത്തെ കളി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ടോസ് കിട്ടി ബാറ്റിംഗ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗാബ പാലത്തിനടിയിൽ നിന്ന് അഖിലേഷ് ചേരുന്നുണ്ട്. ഹലോ അഖിലേഷ്, കേൾക്കുന്നുണ്ടോ? അപ്ഡേറ്റ് പറയൂ അഖിലേഷ്. കേൾക്കുന്നുണ്ട് രാഹുൽ, കേൾക്കുന്നുണ്ട് അശ്വിൻ. ഇപ്പോ ഇവിടെ സാഹചര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. അതെ അതെ, ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. അങ്ങനെ എനിക്കിപ്പോ കിട്ടുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ ഇപ്പോ ഇന്ത്യ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കോർ ഇപ്പോ മൂന്നാമത്തെ ഓവറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോർ എക്സാക്ട്ലി 28 for 1, 2.4 ഓവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഔട്ടായിരിക്കുന്നത് അഭിഷേക് ശർമ്മയാണ് 2 റൺസ്. സൂര്യവംശി ഇപ്പോ 11, ഇഷാൻ കിഷൻ 5 റണ്ണുമായിട്ട് ഇപ്പോ ക്രീസിലുണ്ട്. അപ്പോൾ ഗാബ പാലത്തിനടിയിൽ നിന്നാണ് സിംബാബ്വെയുള്ള ഹാരേരിയും അവരെ സംസാരിച്ചത്. അതെ, അപ്പോൾ കഴിഞ്ഞ 2 ഓടിയായി, സോറി 2 T20 കണ്ടിരുന്ന കളി. അപ്പോൾ ആദ്യത്തെ കളിയിൽ ഗംഭീര ബോളിംഗ് തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ യാഷ് താക്കൂർ ആണെങ്കിലും അശോക് ശർമ്മയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ബോളറുകൾ, ഡൂബയും എല്ലാവരും നല്ല മികച്ച രീതിയിൽ തന്നെ ബോളറുകൾ, അതുപോലെ തന്നെ നല്ല ബാറ്റിംഗ് അദ്ദേഹം കാണിച്ചു. രണ്ടാമത്തെ T20 വളരെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു. തിലക് എന്നും ഇല്ലാത്ത ഫോമിലാണ് ശക്തരെ സിംബാബ്വെ കളിച്ചത്. അതെ, ഈ ശക്തത നമുക്ക് ഇംഗ്ലണ്ടിലൂടെയും കിട്ടിയിരുന്നെങ്കിൽ. ഇതിലെനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പിംഗ് ആണ്. ശരിയാണ്. അതായത് വിക്കറ്റ് കീപ്പിംഗ് ഇവിടെ നിൽക്കുന്നു. ഇവിടുത്തെ ബാറ്റർ ഓടി പകുതി അങ്ങെത്തി, ബോള് കിട്ടി, ഇത് സ്റ്റെമ്പ്, നീ കിണയുടെ സ്റ്റെമ്പ് എടുത്തു, ഇത്രേ ഉള്ളൂ. വേറെ ഏത് വിക്കറ്റ് കീപ്പർ ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ കിട്ടി, പോട്ട് ബോള് കിട്ടി, ഇങ്ങനെ ചെയ്താലും വിക്കറ്റ് കിട്ടും. കാരണം പകുതിക്ക് ശേഷം എത്തി. ഇഷാൻ കിഷൻ എറിഞ്ഞാലും ബോളം തിരിച്ചോട്ടെ. ഇതെന്തത്? ഇത് ബോളാണെങ്കിൽ ആണ്ട ബോൾ അതങ്ങ് പോയി. It was at this moment that he knew he fucked up. ഓഫായ? ഓ ശരിയാണല്ലോ, പിന്നെ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് കാണാൻ? അപ്പോ അതൊക്കെയാണ് ചെയ്തത്. അപ്പം ഭയങ്കര വിക്കറ്റ് കീപ്പിംഗ് മോശമാണ്. KL മറ്റേ ഇംഗ്ലണ്ടിനെതിരെ എന്തുമാത്രം പോയി, എന്തുമാത്രം വിക്കറ്റ് ഡ്രോപ്പ് ആയി. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പിങ്ങിന് മാറി, പകരം സഞ്ജു വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ട്. കിഷൻ ബാറ്റിങ്ങിന് വേണം. ബാറ്റിങ്ങിന് നല്ലത്. കാരണം പുള്ളിക്കാരന്റെ റീ എൻട്രിക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മങ്ങി നിന്നെങ്കിലും പുള്ളിക്കാരൻ വളരെ മികച്ച ഫോമിലാണ്. അപ്പോൾ പുള്ളിക്കാരന്റെ ബാറ്റർ വളരെ മികച്ച, പക്ഷേ വിക്കറ്റ് കീപ്പിംഗ് കുറച്ചും കൂടെ ശരിയാക്കും. കാരണം സിംബാബ്വെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഈ മണ്ടത്തരങ്ങൾക്ക് ആകർഷിക്കും. കാരണം നമ്മൾ ജയിച്ചു. പക്ഷെ ഇംഗ്ലണ്ടിനെതിരെയും അതുകൊണ്ട് നമുക്ക് ചോദിക്കൊന്നുമില്ലല്ലോ, അവിടെ തോറ്റുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ രീതിയിലാണ്. പിന്നെ ഇടയ്ക്ക് രവിശാസ്ത്രി ഇടയ്ക്ക് മറ്റേ വേൾഡ് കപ്പിലേക്ക് വേണ്ടി 11 അത് എടുത്തു. അത് ഭയങ്കര സംഭവമായിരുന്നു. കുറെ പേർക്ക് ഭയങ്കര പ്രശ്നം. ലോഡ് റാണയില്ല, ഭയങ്കര പ്രശ്നം. എന്തിനാ സിറാജിന്റെ ബോളറായ പ്രസിദ്ധ് കൃഷ്ണ ഇല്ല, ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ ടീമാണ് കേട്ടോ, അടിപൊളി ടീമാണ്. പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന്റെ ടീമിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഞ്ജു ഉണ്ട്, വളരെ മികച്ച ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഇന്ത്യ ഓടി വരുന്നുണ്ട്. അതിവിടെ തിരുവനന്തപുരത്തുണ്ട്. കാണാൻ പോകുന്നവർ കാണുക. അപ്പോൾ സഞ്ജു ഇല്ല, ഓക്കെ. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ കളിച്ചിട്ട് കൂരും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതില് ഇപ്പൊ നോക്കണ മെയിൻ ടീംസ് അവിടെ പോകുമ്പോൾ ബാക്കി വരുന്ന മുഹമ്മദ് ഷമി, ചില ഭൂവിക്ക് ഒരു കംബാക്ക് വരെ ഉണ്ടാവാന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട DSP സിറാജിക്ക. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു കംബാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറ്റേ ബ്രാറും അവരൊക്കെ തന്നെ ആയിരിക്കും കളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞു ഇപ്പൊ അടുത്ത മാസം നമ്മുടെ അഗാർക്കർ കോൺട്രാക്ട് തീർന്ന് ഇറങ്ങുകയാണെന്ന്. എല്ലാ സുഹൃത്തുക്കളെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂണിൽ അങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 10ാമത്തെ 11ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു. അതിന്റെ വേറെ ഒന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്നേ വന്നിരുന്നു. പിന്നെ അടുത്ത മാസം ഓഗസ്റ്റില്
ഇത് ഇന്ത്യ ഇപ്പോഴത്തെ ടൂർ നമ്മുടെ അയർലാൻഡ്, ഇംഗ്ലണ്ട്, സിംബാബ്വെ ടൂർ വിശകലനം നടത്തുന്നുണ്ട്. കാരണം ടീമിന്റെ പെർഫോമൻസ് മോശമായിരുന്നില്ല. അപ്പൊ അതിനെ കൊണ്ട് കോച്ചിങ് സ്റ്റാഫുകളെ പറഞ്ഞു വിടണമെന്നാണ് ഒരു അഭിപ്രായം. ആ, അതായത് കോച്ചിന്റെ പ്രശ്നമല്ല, കളിക്കാരുടെ പ്രശ്നമല്ല, അടുത്തുള്ള അസിസ്റ്റൻസ് കാരണമാണ് എന്നാ ഇന്ത്യൻ ടീം തോക്കുക എന്നാണ് അവരിപ്പോ സീനിയർ ഇത് പ്ലേയേഴ്സ് പറയുന്നത്. പറയുന്ന അസിസ്റ്റന്റ് കോച്ചസ് ആണ് ആകെ പണിയെടുക്കുന്നത്. അതായത് പണ്ട് ഒരു 10 വർഷം മുന്നേ, 13 വർഷങ്ങൾക്ക് മുന്നേ ഗൗതം ഗംഭീർ ആയിരുന്നു നമ്മുടെ വൈസ് ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ഏതൊരു സീരീസ് തോറ്റപ്പോ ഗൗതം ഗംഭീറിനെ മാറ്റിയിട്ട് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി വന്നു. അന്ന് പറഞ്ഞു ഒരു ടീം മോശമായാൽ ആരെങ്കിലും വൈസ് ക്യാപ്റ്റനെ പറഞ്ഞു വിടും, തലപ്പത്തെ ആളെ പറഞ്ഞു വിടേണ്ടത്. അങ്ങനെ മാറ്റി ഇപ്പോഴതെല്ലാം നടക്കുന്നു. അത് സെയിം സമയത്ത് നടക്കുന്നു. ജിജി ഫാസ്റ്റ്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഈ ആഴ്ച നടന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളെ WTCയുടെ ഡേറ്റ്, ആഷസിന്റെ ഡേറ്റ് ആഷസിന്റെ ഡേറ്റ് വന്നു. WC ഫൈനൽ ഓവറിലാന്ന് തോന്നുന്നു, ലോർഡ്സിലല്ല. ഓവല്ല. അത് ഇംഗ്ലണ്ട് മാറണം. ഇംഗ്ലണ്ടിൽ നിന്ന് ഫൈനലിൽ മാറണം. എങ്കിൽ ഇംഗ്ലണ്ട് രക്ഷപ്പെടുക, നമ്മൾ രക്ഷപ്പെടുക. ഇന്ത്യ അപ്പൊ അതുപോലെ തന്നെ ഒരു ഗെയിം നമ്മുടെ ഇവര് ഇംഗ്ലണ്ടിൽ നിന്ന് മാറ്റിട്ട് എവിടെ വെക്കുന്നറിയോ? ഗാബ. അതിന് വരും. പിന്നെ ആഷസിലെ ഒരു മത്സരം ഇന്ത്യയിലോട്ട് വരുന്നു എന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് ആണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ കളിക്കുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബാഷ് ഇന്ത്യയിൽ വരാൻ ചെന്നൈ ചെപ്പോക്കിൽ നടത്താൻ എല്ലാവരും പോയി സാധ്യത. കാണട്ടെ, എൻജോയ് ചെയ്യട്ടെ. അതെ, അപ്പം ഇതുപോലെ വരട്ടെ. അതുപോലെ തന്നെ വേൾഡ് കപ്പും വരക്കട്ടെ, ക്രിക്കറ്റ് ഡെവലപ്പ് ആവട്ടെ, ഫുട്ബോളും ഇന്ത്യ നന്നായിട്ട് കളിക്കട്ടെ. അതെ, ഡൂറന്റ് കപ്പ് തുടങ്ങിയെന്നൊക്കെ ഒരു അഭ്യൂഹം കേട്ടു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഡർബി എങ്ങാണ്ട് വരുന്നു. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 1-0 ജയിച്ചു. ഇന്നൊക്കെ കളിയുണ്ട്, ഞാൻ കണ്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എല്ലാം വളരട്ടെ, കബഡി വളരട്ടെ, എല്ലാ ടീമും വളരട്ടെ, നമ്മളും വളരട്ടെ. ചാനലും കാണുക. അതെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, നമ്മൾ വളരട്ടെ. നമ്മൾ വളരട്ടെ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആഴ്ചയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതെ, ഒരുപാട് കാര്യം. അപ്പോൾ എത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീക്കിലി പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമ്മൾ തീർക്കുകയാണ്. അതെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. കമന്റ് ബോക്സ് ആണ് ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം, വണ്ടി ചെയ്തിടാം. ഓക്കെ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കും. അവർ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ അത്ര നല്ലതായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല, മാറ്റാനുള്ളത് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മളത്തെ അന്നേരം സബ്സ്ക്രൈബ് ചെയ്താൽ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീട്ടിൽ നമുക്ക് വേണ്ടതാണ്. അതുവരെ ബൈ.